ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞാനും കുഴപ്പമില്ലാതിരിക്കുക കേട്ടോ. അമ്മച്ചീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ ചെയ്തേച്ചിട്ട് അങ്ങ് പോകാനായിട്ട് സമയമുണ്ട് അമ്മച്ചീനെയും കൊണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാവേ, നിങ്ങളെല്ലാവരുടെയും വീഡിയോ, എല്ലാവരുടെയും യൂട്യൂബർമാരുടെ വീഡിയോ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടതാണ്. ആരും മോശക്കാരുമല്ല, ആരും ഒട്ടും താഴെയല്ല കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരുടെ വീഡിയോ വേണേലും കണ്ടോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്യൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടരുത്, അവരെ പ്രാകാൻ നിൽക്കരുത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ചിട്ടി അവർ കഷ്ടപ്പെട്ട് കൂടി നടത്തി ഒരു 10 രൂപ കിട്ടിക്കഴിയുമ്പോഴേ ഉണ്ടല്ലോ, അവർക്കല്ല ടെൻഷൻ ആ കാശ് കൊണ്ട് എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ട്. ഇതറിയുന്ന നമുക്കൊക്കെയാണ് ടെൻഷന്. അയ്യോ, അവരെന്ത് ചെയ്യും, അവർക്ക് അത്രയും രൂപ ചിട്ടി അടിച്ച് കിട്ടി, അല്ലെ ഒരു 5000 രൂപ ലോട്ടറി അടിച്ച് കിട്ടിയാൽ പോലും ഉണ്ടല്ലോ ഇവർക്ക് ഇവിടെ ഉറക്കമില്ല. എന്നിട്ട് പ്രഷറായി, പ്രമേഹമായി, ഇല്ലാത്ത ടെൻഷൻ ഇല്ല അവർക്ക്. എന്തിനാ നമ്മൾ അന്യൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നത്? ഏറ്റവും കൊള്ളിയാലാത്തൊരു സ്വഭാവമാണ് അന്യൻ്റെ വളർച്ചയിൽ ഈ അസൂയപ്പെടുന്ന ഒരു സ്വഭാവം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബന്ധുക്കളുടെ കയ്യിലിരിക്കുന്നതിനെ കഴിഞ്ഞും നമുക്കൊരാവശ്യം വന്നാൽ തരുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ അയൽവാസികളാണ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ അറിയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ ബന്ധുക്കൾ മേടിക്കും. അപ്പോഴെന്തൊരു ഇഷ്ടവും സ്നേഹവുമാണ്. അത് തിരിച്ച് ചോദിച്ചിട്ടുണ്ടേ ഉടനെ പ്രാക്കായി മറ്റേതായി, നമുക്കില്ലാത്ത കുറ്റങ്ങളും കുറവുകളുമില്ല, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും പിന്നെ. പക്ഷേ ഇതും അങ്ങനെയല്ല. നമ്മളതുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിരി മോശമായി പോയാലും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും, പക്ഷേ നമ്മുടെ അയൽവാസികൾ നന്നായി കിടക്കണമെന്ന് ഓർക്കണം. സന്ധ്യാസമയത്ത് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. സത്യമായിട്ടും പറയാം, ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരിക്കലും അന്യൻ്റെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. ഏറ്റവും കൊള്ളുകയാത്തൊരു സ്വഭാവം അതാ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലാത്തവരും പറയും, അയ്യോ സാമ്പത്തികം ഉണ്ടായിട്ട് എനിക്ക് മനസമാധാനക്കേടാണ്, അല്ലെ മറ്റു പ്രശ്നങ്ങളാണ് പ്രശ്നം എന്ന് പറയും. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ, നമുക്കൊരു സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എടുക്കാം, പിറക്കാം. പക്ഷേങ്കിൽ ഇല്ലെങ്കിലോ, നമ്മൾ അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, മുടിയുണ്ടെങ്കിൽ എങ്ങനെ വേണേലും കേട്ടാം, മുടിയില്ലെങ്കിലോ. അത്രയേ ഉള്ളു കാര്യം. സാമ്പത്തിക ഭദ്രത ഒരു വലിയൊരു മഹാസംഭവമാണ് ജീവിതത്തിൽ. അതില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. കുടുംബങ്ങളില്ല, ബന്ധങ്ങളില്ല, ഭാര്യാഭർത്താക്കന്മാരായിട്ട് പോലും ബന്ധങ്ങളില്ല. അപ്പം കാശുള്ളവനോടൊരു ചായ്വും താല്പര്യവും ഒക്കെ ഈ ഭാര്യമാർക്ക് തോന്നും. അതൊക്കെ സ്വാഭാവികം, എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മക്കളാണേലും കൂട്ടുകാരുടെ അപ്പനെയും അമ്മേനെയും വെച്ച് കമ്പയർ ചെയ്യും. എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഒന്നുമില്ല, ദാരിദ്ര്യവാദി, ഇവനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു അപർഷാബോധം. അവർക്കും നമ്മളോട് സ്നേഹക്കുറവ് വരും. അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൻ്റെ വീതമോ ഷെയറോ തരാതെ അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനുണ്ടോ? പണയത്തിലിരിക്കുന്നത് എടുക്കാനുണ്ടോ? അതുപോലെ ഒരു ലോണിന് അപേക്ഷ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യങ്ങളിലാണോ നിങ്ങളിരിക്കുന്നത്? ഇതിനെല്ലാം ഒരു മാർഗമുണ്ട്. അപ്പോൾ ആ മാർഗം ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. ഇതാ പറയാനുള്ളത് പരമാവധി ചുരുക്കി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുള്ളൂ. എന്തിനാണ് നമ്മൾ വലിച്ചു നീട്ടി 100 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സമയം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? വേറെ ഒന്നുമല്ല. കൃഷ്ണൻ്റെ മരമാണ് ആൽമരം. നിങ്ങൾക്കറിയാലോ ആൽമരം. അതിൻ്റെ നല്ലൊരു വേര്, ഇഷ്ടംപോലെ വേര് പുറമേ ഇങ്ങനെ ഓടി നടപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആൽമരം അറിയത്തില്ലാത്തവർ കൊച്ചുകുട്ടി തൊട്ട് സർവ്വ മനുഷ്യർക്കും ആലെന്താണെന്ന് അറിയാൻ പറ്റും. അതിപ്പം ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളുടെ മാത്രം കുത്തകയൊന്നും അല്ല ആലെല്ലാവരുടെ തെതുവാണ്. മിക്കവാറും പറമ്പുകളിൽ പോലും ഇപ്പം ആലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പോയി ഒരാലിൻ്റെ വേര്, മേലിലോ താഴെ ഏത് സൗകര്യം വെച്ചാൽ, ഒരു വലിയൊരു വേരെ തന്നെ 100 കുഞ്ഞു വേരുകൾ പൊട്ടിമുളയ്ക്കും. അതിലൊരു വേരിങ്ങനെ ഒരു കത്തി ഉപയോഗിച്ച് പയ്യെ ഇങ്ങനെ കട്ട് ചെയ്ത് പൊട്ടാതെ നമ്മൾ എടുത്തുകൊണ്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ മരമാണ്, വൃക്ഷമാണ് കൂവളം. ഏറ്റവും വലിയ നേർച്ചയും ശിവന് ഏറ്റവും വലിയ ഇഷ്ടവും നമ്മളൊരു കൂവളത്തുമാല, നമ്മൾ ഏറ്റവും വലിയൊരു നേർച്ചയാണ് നമ്മൾ ശിവക്ഷേത്രത്തിലെ കൂവളത്തുമാല ശിവൻ അർപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ പലരും ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂവളത്തുമാല ശിവൻ അർപ്പിച്ചിട്ടുണ്ട്. ആ കൂവളം ഇപ്പം
സർവ്വസാധാരണ ഈ പറയുമ്പോൾ കണക്ക് അമ്പലത്തിൻ്റെ പരിസരത്ത് മാത്രമല്ല അല്ലാതെ എല്ലാം കൂവളം നിൽപ്പുണ്ട്. ഈ കൂവളത്തിൻ്റെയും ഒരു പേര് ഇതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ജലാംശം വെയിലത്തിടല്ലേ, നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഉപ്പി വെള്ളം കളയുക. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം നേരത്തെ പറയാൻ പറ്റും. നമ്മൾ ഈ കൂവളത്തിൻ്റെ വേരെടുക്കുമ്പോഴും ആലിൻ്റെ വേരെടുക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ഒരു 3 ദിവസം നമ്മൾ നല്ല നോയമ്പിലായിരിക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, അത് ദേവവൃക്ഷങ്ങളാണ് ഇത് രണ്ടും. ഇതിൻ്റെ വേരെടുക്കുമ്പം നമ്മൾ അതുപോലും അറിയാതെ വേദനിപ്പിക്കാതെ വേണം എടുക്കാനായിട്ട്. നല്ല മൂർച്ചയുള്ള ഒരു കത്തിയായിരിക്കണം. നമ്മൾ 3 ദിവസം മുമ്പ്, അതായത് നമ്മൾ ഇന്നെന്ത് ദിവസം, ബുധനല്ലേ, ഇന്ന് തൊട്ട് നമ്മൾ നോയമ്പെടുക്കാം. ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച നമ്മൾ ഈ വേരെടുക്കും. വേരെടുത്ത് കഴിഞ്ഞ് നമ്മളിത് ഞാൻ ഈ പറയും പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോയമ്പ് വിട്ടു. അത്രയേ ഉള്ളൂ കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വേരെടുക്കുന്നോടം വരെ നമുക്ക് നോയമ്പാന്ന് പറഞ്ഞു. ഈ വേര് കൊണ്ടുവന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വെയിലത്തിട്ട് ഉണങ്ങല്ലെന്ന് പിന്നെയും ഞാൻ പറയുന്നു. വെയിലത്തിട്ട് ഉണങ്ങാതെ നമ്മളിത് ശുദ്ധമായ ഒരു തുണിയിൽ വെച്ച് തുടച്ചുപ്പി മാറ്റി വയ്ക്കുക. ഇത് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഒന്നും ഇരുന്ന് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, വൃത്തിയും വെടുപ്പായിട്ടുള്ള ഏത് സ്ഥലമാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അവിടെ തന്നെ ഇരിക്കുക. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു കഷ്ണം മഞ്ഞ തുണിയുടെ മാത്രം ആവശ്യമുള്ളൂ. അത് വൃത്തിയുള്ള തുണി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തോളുക. അതല്ലേ കടയിൽ നിന്ന് ഒരു ലേശം മേടിക്കുക, അത്രയേ ഉള്ളന്നേ. ലേശം മേടിച്ചിട്ട് മഞ്ഞത്തുണി മേടിക്കുക. ആ കൂടെ കർപ്പൂരം എന്ന് പറഞ്ഞാൽ വെറും കർപ്പൂരം ഓടിച്ചെന്ന് മേടിക്കല്ലേ, അങ്ങാടി പെട്ടിക്കിട്ട് പച്ചക്കർപ്പൂരം മേടിക്കുക. ഒരു പാക്കറ്റ്, അല്ല 5 രൂപയുടെ മുടക്കേ ഉള്ളൂ കേട്ടോ. ഒരു പച്ചക്കർപ്പൂരം മേടിക്കുക. അവിടുന്ന് തന്നെ ഭസ്മം ഒരു 5-10 രൂപയുടെ ഭസ്മം മേടിക്കുക. ആ പട കൂടി വന്ന 15 രൂപയുടെ മുടക്കേ ഉള്ളൂ. അത് അവിടെ ഇവിടെയൊക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചില്ലറ പൈസയൊക്കെ കാണും കേട്ടോ മേടിക്കാൻ. അല്ലാതെ നിങ്ങൾ പോക്കറ്റിൽ നിന്നും എടുക്കേണ്ടത്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കട്ടളപ്പടിയുടെ പുറത്തൊക്കെ ഇങ്ങനെ 5 രൂപ തൊട്ടും 1 രൂപ തൊട്ടും ഒക്കെ ഇങ്ങനെ 50 പൈസയൊക്കെ ഇങ്ങനെ കട്ടളപ്പടിയിൽ ഇങ്ങനെ തപ്പി കഴിയുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞ നമുക്ക് തപ്പിക്കോന്നേ. അപ്പം ഒരു 10-15 രൂപയുടെ, 15 വരികയല്ല, 10 രൂപയുടെ മുടക്കേ ഉള്ളൂ. അതെടുത്ത് നിങ്ങൾ ഈ സാധനം മേടിക്കുക. ഈ വേര് തുടച്ച് പിറക്കി നിങ്ങൾ കുളിച്ച് ശുദ്ധവൃത്തിയായതിന് ശേഷം വേരെടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങാടിയിൽപ്പെട്ടി പോയി ഒരു കഷ്ണം ചെറിയ മഞ്ഞത്തുണി പീസ്, ഒരു പച്ചക്കർപ്പൂരം, പിന്നെ ഭസ്മം, ഈ 3 കൂട്ടം സാധനം സംഘടിപ്പിച്ച് വീട്ടിൽ വെച്ചിട്ട് വേണം ഈ വേരെടുക്കാൻ പോകാൻ. വേരെടുത്തുകൊണ്ട് വന്ന് നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിതെല്ലാം പ്രാർത്ഥനയോട് കൂടി വേണം. ഈ വേരും കൂടെ എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ നിങ്ങൾ ഒരക്ഷരം ആരോടും സംസാരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതെടുത്തുകൊണ്ട് പോവാ, ഇതെടുത്തുകൊണ്ട് പോവാ, അത് ഇത് ഇതൊന്നും ആരോടും പറയരുത്. നിങ്ങൾ ആരാണോ ചെയ്യുന്നത് ആ ഒരാൾ മാത്രമേ ഇത് തൊടാനും സ്പർശിക്കാനും പാടുള്ളൂ. മറ്റൊരാളെ കൊണ്ട് ഒരു സാധനം എടുക്കരുത്. നിങ്ങൾ കുളിച്ച് വൃത്തിയായി ഇതിൻ്റെ എടുക്കാൻ പോകുമ്പം തന്നെ ആ കത്തി പോലും വേറൊരാളെ കൊണ്ട് തുണിയിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇതെല്ലാം നമ്മൾ അടുപ്പിച്ചല്ലോ, ഈ 3 കൂട്ടവും അടുപ്പിച്ചു എന്നുവെച്ചിട്ട് നമ്മൾ ഈ വൃത്തിയുള്ള മുറിയിൽ വന്നിരുന്നു. നമ്മൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത്, ഇതെല്ലാ മതസ്ഥർക്കും ചെയ്യാം കേട്ടോ. അല്ല ഇത് ഹിന്ദുക്കൾക്ക് മാത്രമൊന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തും എഴുതി വെച്ചില്ല, ഒരു ഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഇതിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. ഇതല്ലാതെ നമ്മളായിട്ട് പറയുന്നതോ എടുക്കുന്നതോ മറ്റൊരു യൂട്യൂബർ ചെയ്തതോ ഒന്നുമല്ല. അതായത് ഒരു ഗ്രന്ഥത്തിൽ നിന്നും ചേട്ടായി കണ്ടേച്ചിട്ട് കറക്റ്റായിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു തന്നതാണ് ഇന്നലെ വൈകിട്ട്. അതാണ് ഞാനിപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയായി ഇരുന്നിട്ട് വണ്ടിക്ക് സമയമുണ്ട്, നമുക്ക് പോകാനായിട്ടുള്ള ടൈമുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, മോളെ ഇതിങ്ങനെ ഒരു കർമ്മമുണ്ട്, അതൊന്ന് പറഞ്ഞേക്കുക അടുത്ത വീഡിയോയിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ വന്നിരുന്ന് പറഞ്ഞു തന്നത്. അപ്പം ചേട്ടായി ഇതിങ്ങനെ ഇപ്പം റെസ്റ്റിലാണ് ഇരുന്ന് ഇതെല്ലാം നോക്കി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരനെ. അന്നേരം ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഏതോ ഇപ്പം ക്രിസ്ത്യൻസ് ആണെ ആ രീതി, മുസ്ലിംസ് ആണെ ആ രീതി, ഹിന്ദുക്കളാണെ ആ രീതി, ഏത് രീതിയിലും ഇത് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന ഏതാണോ അത് അവിടെ കേട്ടോളൂ. പക്ഷേ സർവേശ്വരൻ ആകപ്പാടെ ഒന്നേ ഉള്ളൂ. പലരും പല രീതിയിൽ വിളിക്കുന്നു, അപേക്ഷിക്കുന്നതേ ഉള്ളൂ. ഒറ്റ ഒരാളേ ഉള്ളൂ, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവം. ഒറ്റ ഒരാളാ ദൈവം എല്ലാവർക്കും. അല്ലാതെ ഇന്നോർന്നൊന്നും പറഞ്ഞൊന്നും ദൈവം ഒരിടത്തും ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിത് ചെയ്യുമ്പം തൊട്ട് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥനയോടിരിക്കുക. നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഉദ്ദേശിച്ച് ഈ മഞ്ഞ തുണിയിൽ എന്ത് ചെയ്യണം, ആദ്യമേ ഈ വേര് വയ്ക്കുക. ഈ മഞ്ഞ തുണിയിൽ ഈ 2 വേരും അടുത്തടുത്ത് വയ്ക്കുക.
അടുത്തെടുത്ത് വെച്ചിട്ട് ആദ്യമേ അതിൻ്റെ പുറത്ത് 2 പുറത്തും നിറച്ച് ഭസ്മം ഇങ്ങനെ ആ വേരിൻ്റെ പുറത്ത് തൂളുക. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, അടുത്തെടുത്ത് വെച്ചാലും ഈ വേരുണ്ടല്ലോ, ഇത് ഇത്രയും ഒരു ക്യാപ്പിട്ട് വേണം ആദ്യമേ നിങ്ങൾ ഈ തുണിയിൽ വെക്കുമ്പം ഇത്രയും ക്യാപ്പിട്ട് വേണം ഈ വേര് വെക്കാം. ഇങ്ങനെ അടുത്തിങ്ങനെ മുട്ടിച്ച് വെക്കരുത് കേട്ടോ, ഇങ്ങനെ സെറ്റായിട്ട് വെക്കരുത്. വെക്കുമ്പോൾ ഇത്രയും ഒരു ക്യാപ്പിട്ടിട്ട് നിങ്ങൾ വെക്കുക. എന്നിട്ട് ഈ ക്യാപ്പിൻ്റെ വിടവുണ്ടല്ലോ, ഇവിടെ വേണം നിങ്ങൾ 7 പച്ചക്കർപ്പൂരം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് വേണം. പറഞ്ഞ് മനസ്സിലായല്ലോ? 7 പച്ചക്കർപ്പൂരം ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ പുറത്തോട്ട് ഭസ്മം ഇടാൻ കേട്ടോ. ആദ്യമേ വേര് വെക്കുമ്പോഴല്ലേ ഭസ്മം ഇടേണ്ടത്. പച്ചക്കർപ്പൂരം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം വേര് അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ഭസ്മം ഇടുക. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് കോണോട് കോൺ ആദ്യമേ തുണിയെടുത്ത് ഇങ്ങനെ മടക്കി അടുത്ത 4 സൈഡ് ഇങ്ങനെ മടക്കി എന്ന് വെച്ചിട്ട് ഈ വേരിൻ്റെ വലുപ്പത്തിൽ നമ്മൾ മടക്കുക. എന്ന് വെച്ചിട്ട് ഒരു കാര്യം ആദ്യമേ പറയാൻ വിട്ടുപോയെ, ഒരു വാഴനാരെടുത്ത് അടുത്ത് വെച്ചേണം. വാഴയുടെ പോളയിൽ നിന്ന് കിട്ടുന്ന നാരില്ലേ, അതെടുക്കുക. അപ്പം വാഴനാരില്ലാത്തവർ അത് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഈ തുണിയും പച്ചക്കർപ്പൂരം ഭസ്മവും മേടിക്കാൻ പോകുന്ന അങ്ങാടിപ്പെട്ടിയിൽ തന്നെ ചെറിയ ചരട് കിട്ടും. ആ ചരട് മേടിച്ചോളൂ. ആ ചരട് മേടിച്ചിട്ട് ഈ പൊതിയേൽ 7 കെട്ടും കിട്ടുക. അപ്പം മനസ്സിലായല്ലോ? ഓരോ ക്യാപ്പ് ഇട്ടിട്ട് ദേ ഇവിടെ ഈ അറ്റത്തൊരു കെട്ട്, ഈ അറ്റത്തൊരു കെട്ട്, ഇങ്ങനെ ഒരേ സമം അകലം നിങ്ങൾ മനസ്സിൽ കണക്കാക്കി ഒരു 7 കെട്ടും കെട്ടുക. കെട്ടിയേച്ചും കഴിഞ്ഞിട്ട് ഇത് ശുദ്ധവൃത്തിയുള്ള സ്ഥലത്ത് പ്രാർത്ഥനയോടെ വെക്കുക. അതിലേറ്റവും നല്ലത് നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഏറ്റവും ഭദ്രം. അവിടെ വെച്ച് നിങ്ങൾ ഭദ്രമായിട്ട് വെച്ചേക്കുക. ഇതൊന്നോ 2 3 ദിവസം വെച്ചാൽ പോരാ. ഈ സംഭവം 91 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുമ്പം എന്ത് ചെയ്യണം, ഇതേൽ പോയി തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തിയേറിയ ഒരു സാധനമാകട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി നിന്ന് നിങ്ങളുടെ ആവശ്യം നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ഇതിനെ ഇറച്ചി കൂട്ടിയെന്നോ മീൻ കൂട്ടിയെന്നോ ഒന്നും ഓർത്ത് കുഴപ്പം. നമ്മൾ ഇറച്ചി മീനും ഒക്കെ കൂട്ടുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. പിന്നെ 4 മണിക്ക് ചായക്കൊന്നും ആരും ഇത് കൂട്ടാറില്ലല്ലോ. അപ്പോഴത്തേനും ഇത് ദഹിച്ചു പോയിക്കോളും. പക്ഷേ പീരീഡ്സ് ആയിരിക്കും ഈ പ്രദേശത്തോട്ട് നിങ്ങൾ അടുക്കരുത്. പകരം വേറെ ആരെങ്കിലും, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പിന്നെ പ്രാർത്ഥിക്കാം കേട്ടോ. അല്ലാതെ നട്ടുച്ച സമയത്ത് ഒന്നും പോയി ചെയ്തേക്കരുത്. വെളുപ്പിനെ വിളക്ക് കത്തിക്കുന്നവരാണ് ആ വിളക്ക് കത്തിക്കുന്ന സമയത്തും വെളുപ്പിനെ ഇതിൻ്റെ അടുത്ത് പോയി ഇന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വൈകിട്ട് മസ്റ്റായിട്ട് നമ്മൾ വിളക്കോ തിരികെ വെക്കൂല. അപ്പോഴും നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ശിവഭഗവാനെയും കൃഷ്ണൻ്റെയും മനസ്സിലോർത്ത് വേണം നമ്മൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ. ക്രിസ്ത്യൻസും മറ്റുള്ളവരും അവരുടെ രീതിയിൽ ആരെയാണോ ഓർക്കുന്നത് ആ മുഖം ഓർത്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ പ്രശ്നം എന്തുവായിക്കോട്ടെ അത് തട്ടി നീങ്ങി മാറ്റി നിങ്ങളുടെ ആ കാര്യം നടത്തിയിരിക്കും. ഉറപ്പ്. നിങ്ങൾ എന്നെ എന്തോരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, അതുപോലെ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും വിശ്വസിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.